നന്ദു. ഓ, ഇവളെ ഇന്ന്. ഡി, എഴുന്നേൽക്കുന്നുണ്ടോ? എവിടെ? അവൾ ഇപ്പോഴും ഏതോ ലോകത്താണ്. അമ്മേ, എൻ്റെ നടു. എന്താ അമ്മേ? എന്താണെന്നോ? സമയം എത്രയെന്നാ പൊന്നുമോളുടെ വിചാരം? നന്ദു സമയം നോക്കി. 10:32. നന്ദു സമയം കണ്ട് ഞെട്ടി. എടി ചേച്ചി, നിനക്കെന്നെ വിളിക്കാമായിരുന്നില്ലേ? ദേ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിക്കുന്നതാണ്? നീരജ നന്ദുവിനോട് ചൂടായി. അതിനവൾ നീരജയെ നോക്കി വെളുക്കനെ ചിരിച്ചു. ഈറൻമുടി കുളിർപ്പിൻ കൊണ്ട് കെട്ടി അവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു. അതിലാണെങ്കിൽ തിക്കി തിരക്കിയാണ് ആളുകൾ നിൽക്കുന്നത്. ഇനി ലേറ്റായാൽ ഉറപ്പായും എനിക്ക് ഭരണിപ്പാട്ട് ഉറപ്പാണ്. KN ഓഫീസിലെത്തിയതും നന്ദു ഒന്ന് നിന്നു. എൻ്റെ കൃഷ്ണ, എന്നെ മാത്രം കാക്കണേ, നന്ദു പ്രാർത്ഥിച്ചു. ബിനോയ്, അരുൺ, വിജയ്, സാന്ദ്ര, മീര ഇവർ ടെൻഷനോടെ നിൽക്കുന്നത് കണ്ട് നന്ദുവിന് ഭയം തോന്നി. ഓ, വന്നോ? എന്തടി കുരിപ്പേ ലേറ്റായത്? ചെല്ല്, ആളല്ലെങ്കിൽ തന്നെ കലിപ്പാണ്. പോയി വാങ്ങിക്കോ. ഞങ്ങളെല്ലാവരും കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്, ബിനോയ് പറഞ്ഞു. നന്ദു വിറച്ചുകൊണ്ട് ഡോറ് തുറന്നു. ദൈവമേ, എനിക്ക് പേടിയാവുന്നു. മേ ഐ കമിൻ സർ? ആ, വന്നോ? എന്തിനാണാവോ വന്നേ? വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഇന്നൊരു ഡീലുണ്ടെന്ന്. നീ അത് മറന്നോ? സർ, അത് ഐ ആം സോറി സർ. അവളുടെ ഒരു സോറി. താനൊക്കെ ഈ കമ്പനി നശിപ്പിക്കാൻ വന്നതാണോ? ഗെറ്റ് ഔട്ട്. നന്ദു ഇതെല്ലാം കേട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി. എന്തേ, വയറ് നിറച്ച് കിട്ടിയോ മോൾക്ക്? എന്നാൽ വാ, വർക്ക് നോക്കാം. നന്ദു ഒന്നും പറയാതെ അവളുടെ ക്യാബിനിലേക്ക് പോയി. സമയം കടന്നുപോയി. നന്ദു, ഡി. ഓ, ഇവളുടെ ഒരു ഉറക്കം. നന്ദു, എഴുന്നേൽക്ക്. അവൾ വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തത് കണ്ട് മീര എല്ലാവരെയും വിളിച്ചു. മീരയുടെ വിളി കേട്ട് സാന്ദ്രയും ബിനോയും വിജയും അരുണും നന്ദുവിൻ്റെ ക്യാബിനിലേക്ക് വന്നു. എന്താടി, നന്ദുവിന് എന്താ പറ്റിയത്? അറിയില്ലടാ, ഞാൻ വിചാരിച്ചത് ഉറങ്ങാണെന്നാണ്. നീ വേഗം സാറിനോട് നന്ദുവിന് വയ്യെന്ന് പറ. പെർമിഷൻ കിട്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവാം. ബിനോയ് മൂളിക്കൊണ്ട് പെട്ടെന്ന് കാശിയുടെ ക്യാബിനിലേക്ക് നടന്നു. സാർ. എന്താ ബിനോയ്, ഞാൻ ഏൽപ്പിച്ച വർക്ക് കഴിഞ്ഞോ? യെസ് സാർ. ഓക്കെ, ഒരു 12 മണിയാവുമ്പോൾ തന്നാൽ മതി. സാർ, അത് ടെൽ മീ. സാർ, നന്ദുവിന് വയ്യ. അവൾ ബോധമില്ലാതെ കിടക്കുകയാണ്. ബിനോയ് പറഞ്ഞു കേട്ട് കാശിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. നന്ദു, നന്ദു. കാശി നന്ദുവിനെ കോരിയെടുത്ത് കാറിൽ കയറ്റി. അരുൺ, നീ കാർ ഓടിച്ചാൽ മതി. ഓക്കെ സാർ. അവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തി. ഡോക്ടർ, എൻ്റെ നന്ദുവിന്. കാശി എൻ്റെ നന്ദു എന്ന് പറഞ്ഞു കേട്ട് അരുൺ ഞെട്ടി നിൽക്കുകയാണ്. ഇതൊക്കെ എപ്പോ? അരുൺ ചിന്തിച്ചു. കുഴപ്പമില്ല, ഫുഡ് കഴിക്കാതെയാണ്. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. പിന്നെ ആ കുട്ടിയുടെ ഹെൽത്ത് നല്ല വീക്കാണ്, ഫുഡ് വാങ്ങി കൊടുക്കണം. ഓക്കെ ഡോക്ടർ. കാശി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. കാശിയെ കണ്ടതും നന്ദു എണീറ്റിരുന്നു. താൻ എന്താ ഫുഡ് കഴിക്കാതെ വന്നേ? കാശി നന്ദുവിനെ നോക്കി ദേഷ്യപ്പെട്ടു. അത് സർ, ഞാൻ ഓഫീസിലേക്ക് വരുന്ന തിരക്കിൽ. ഇനി കഴിച്ചിട്ട് വന്നാൽ മതി. ശരി. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സർ. ദേ, ഇത് കുടിക്ക്. നാരങ്ങവെള്ളമാണ്, ക്ഷീണം മാറും. അരുണിൻ്റെ കയ്യിൽ നിന്നും നന്ദു നാരങ്ങവെള്ളം വാങ്ങി കുടിച്ചു. ഇനി ഓഫീസിലേക്ക് വരേണ്ട. സർ, അത് ഞാൻ തന്നെ വീട്ടിലാക്കാം. വേണ്ട സാർ, ഞാൻ പോയിക്കോളാം. അങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ മതി. ഫുഡ് കഴിച്ചിട്ട് പോവാം. താൻ നിൽക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ അവളുടെ തനിയെ പോവാമെന്നുള്ള മറുപടി. ഭക്ഷണമൊക്കെ കഴിച്ച് അവർ വീട്ടിലെത്തി. ആ, എന്തേ, ഇന്ന് ഓഫീസില്ലേ? പോയി എന്തെങ്കിലും ജോലി എടുക്ക്. സരോജ വന്ന പാടെ നന്ദുവിനോട് പറഞ്ഞു. അമ്മ, എനിക്ക് വയ്യ. ഓ, വേണ്ട, നിന്റെ അഭിനയം ഇവിടെ വേണ്ട. ഓഫീസിലേക്ക് പോകുന്നില്ലെങ്കിൽ വീട്ടിലെ ജോലി നീ വേണം ചെയ്യാൻ. സരോജ പറയുന്നതെല്ലാം കാറിലിരുന്ന് കാശി കേൾക്കുന്നുണ്ടായിരുന്നു. ഇതാരാ നിന്റെ കൂടെ വന്നത്? നിനക്ക് കാറിൽ തന്നെ വരണോ? വല്ല ഓട്ടോയും പിടിച്ച് വന്നാൽ പോരെ? കയറിപ്പോടി അകത്തേക്ക്. കാശിയുടെ കാറ് ഒരു ഇരുമ്പലോടെ പോയി. എന്താടി കിടക്കുന്നേ? എണീറ്റ് വല്ല ജോലിയും എടുക്ക്. വാടി ഇങ്ങോട്ട്. ദേ, ഇതൊക്കെ എൻ്റെയും അമ്മയുടെയും തുണികളാണ്. ഇതൊക്കെ തിരുമ്പണം, പോയി ചെയ്യടി. നീരജ് പോയതും നന്ദു അലക്കാൻ തുടങ്ങി. അവളുടെ ശരീരം കുഴയുന്നത് പോലെ അവൾക്ക് തോന്നി. ദേ, ഇതും കൂടെ അലയ്ക്ക്. നീരജ ഒരു കെട്ട് തുണിയും നന്ദുവിന് കൊടുത്തു. പണിയെല്ലാം കഴിഞ്ഞ് കഴിക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോഴാണ് പാത്രത്തിൽ ഒരു വറ്റുപോലും ഉണ്ടായിരുന്നില്ല. അമ്മ, കഴിക്കാൻ. ആ, അതൊക്കെ തീർന്നു. ഉണ്ടാക്കാനാണെങ്കിൽ ഒന്നുമില്ല. നീ പച്ചവെള്ളം കുടിച്ച് കിടക്കാൻ നോക്ക്. നന്ദു കണ്ണീരൊപ്പി അവളുടെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസവും നന്ദുവിന് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ആ, പിന്നെ ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, നീ അടക്കണം.
അതിനു മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവൾ നടന്നു. നന്ദു. ആ, അവൾ തിരിഞ്ഞു നോക്കി. ജിത്തുവേട്ടനോ? മോൾ ഓഫീസിലേക്കാണോ? മോളുടെ മുഖമെന്താ ഒരു വാട്ടം? വയ്യേ? ഏയ് ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലേ? എന്തിനാ മോളെ? നിന്റെ സ്വന്തം ഏട്ടനല്ലേലും എനിക്കറിയാം മോളുടെ വിഷമം. ഇന്നും പട്ടിണിയാണ് അല്ലേ? വാ, ഫുഡ് കഴിച്ചിട്ട് പോവാം. മോൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്കറിയാം. വാ മോളെ. ജിത്തുവും നന്ദുവും ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നത് നീരജ കണ്ടിരുന്നു. അവൾ ഫോണെടുത്ത് അതെല്ലാം ക്യാമറയിൽ പകർത്തി. പക്ഷേ ഇതൊന്നും നന്ദുവും ജിത്തുവും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ നന്ദു ഓഫീസിലെത്തി. ആ, ഇന്ന് നേരത്തെയാണല്ലോ? സാന്ദ്ര ചോദിച്ചു. എന്താ മോളെ, വയ്യേ? നീ പഴയതുപോലെ അല്ലല്ലോ. മോൾക്ക് എന്തു പറ്റി? സാന്ദ്ര വീണ്ടും നന്ദുവിനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടി, നിനക്ക് തോന്നുക. ഞാൻ പോട്ടെ, വർക്കുണ്ട്. നന്ദു പോയതും സാന്ദ്ര അവളുടെ ക്യാബിനിലേക്ക് പോയി. ആ, എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെ പഴയ നന്ദു അല്ല ഇപ്പോൾ അവൾ. അവൾക്കെന്തോ സങ്കടമുണ്ട്, അത് കണ്ടുപിടിക്കണം. അവർ എല്ലാവരും വർക്ക് ആരംഭിച്ചു. നന്ദു, ഫയൽ. നന്ദു. ആ, താൻ ഏത് ലോകത്താണ്? ഫയൽ തരാൻ. ഞാൻ ഏൽപ്പിച്ച വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അത് സാർ. വാട്ട്? എന്ത് നന്ദു, തനിക്കെന്തു പറ്റി? ഒരു ജോലിയും നേരെ ചൊവ്വ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ താൻ ഇനി ഓഫീസിൽ വരേണ്ട. ഈ വർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തനിക്കറിഞ്ഞൂടെ? സോറി സാർ, ഞാൻ മറന്നതാണ്. ഞാൻ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യാം. ഗെറ്റ് ഔട്ട്. സാർ. ഗെറ്റ് ഔട്ട്. നന്ദു കരഞ്ഞുകൊണ്ട് അവളുടെ ക്യാബിനിലേക്ക് പോയി. എടാ പാവം നന്ദു, അവൾ ആ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെയാ. ഇത് നിന്നോട് ആരാ പറഞ്ഞേ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിനുണ്ട്, ജിത്തു എന്ന ആ ഏട്ടൻ്റെ പേര്. ആ ഏട്ടനാണ് പറഞ്ഞത്. അവിടുന്ന് നന്ദുവിന് ഫുഡ് കൂടെ കൊടുക്കില്ല. അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രണയവിവാഹമായിരുന്നു. അന്ന് ആ വീട്ടിന് പറഞ്ഞയച്ചതാ അവരെ. പിന്നീട് നന്ദുവിന് പേരിടാൻ ഗുരുവായൂരിലേക്ക് പോകും വഴിയാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചത്. പിന്നീട് നന്ദുവിനെ അവളുടെ അച്ഛൻ്റെ അനിയത്തി ഏറ്റെടുത്ത് വളർത്തി. ആദ്യമൊക്കെ നന്ദുവിനെ അവർ പൊന്നുപോലെയാണ് വളർത്തിയത്. എന്നാൽ പതിയെ പതിയെ ആ സ്നേഹം കുറഞ്ഞു വന്നു. ആ വീട്ടിലത്തെ സകല ജോലികളും നന്ദുവാണ് ചെയ്യുന്നത്. മീര പറഞ്ഞു നിർത്തി. അവൾ പറയുന്നതെല്ലാം കാശി കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനെ വേദനിപ്പിച്ചവർക്കുള്ള ശിക്ഷ കൊടുക്കാൻ കാശി തീരുമാനിച്ചു. വൈകുന്നേരം നന്ദു തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തൻ്റെ ബാഗും സർട്ടിഫിക്കറ്റുകളും എല്ലാം എടുത്ത് പുറത്തേക്ക് എറിയുന്ന സരോജയെയാണ് കണ്ടത്. അമ്മേ. വരുന്നുണ്ട്, ചോദിക്ക്. ആ, അവിടെ നില്ലടി. എങ്ങോട്ടാണ് കയറി പോകുന്നത്? ഇതാരാടി നിൻ്റെ ഒപ്പം ഇരിക്കുന്നത്? അതമ്മേ, ജിത്തുവേട്ടൻ. അവളുടെ കുത്തുവേട്ടൻ. എൻ്റെ മോൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ്റെ കൂടെ എന്തിനാടി അസത്തെ നീ സംസാരിക്കുന്നത്? ഇനി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. പോടി, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ഇനി അമ്മേ ചേച്ചി എന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ. നന്ദു അവളുടെ ബാഗും സർട്ടിഫിക്കറ്റുകളും എടുത്ത് നടന്നു. ആ സമയം നന്ദുവിനെ അവളുടെ അച്ഛനെയും അമ്മയെയും വല്ലാതെ മിസ് ചെയ്തു. നന്ദു. മീരയെയും സാന്ദ്രയെയും അരുണിനെയും ബിനോയിയെയും കണ്ടതും നന്ദു ഓടി അവരുടെ അടുത്തേക്ക് പോയി. നന്ദു, കരയാതെടാ. എൻ്റെ മോളിങ് വാ, നമുക്ക് പോവാം. അവരെല്ലാവരും നന്ദുവിനെയും കൊണ്ടുപോയത് ബിനോയിൻ്റെ വീട്ടിലേക്കായിരുന്നു. അമ്മച്ചി. എന്നതാ കൊച്ചേ? ആ, നന്ദുട്ടിയോ? വന്നേ. അലിന് നന്ദുവിനെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. മോള് വിഷമിക്കേണ്ട. അവർക്ക് മോളെ വേണ്ടെങ്കിൽ വേണ്ട. എന്നാൽ എൻ്റെ കാവ്യയുടെ മോളെ എനിക്ക് വേണം. മോള് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. നന്ദു അവൾക്കൊരുക്കിയ റൂമിലേക്ക് പോയി. ഒരു വലിയ റൂമായിരുന്നു. റൂമിൻ്റെ അടുത്ത് താഴെ പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടതും നന്ദു അങ്ങോട്ടേക്ക് പോയി. അയ്യോ! ശബ്ദം കേട്ട് നന്ദു ഒന്ന് പേടിച്ചു. ഓ, നന്ദു ചേച്ചി ആയിരുന്നോ? എന്നതാ ഇവിടെ? അല്ല, എപ്പോഴാ വന്നേ? ഈയിടായിട്ട് നാവ് അത്ര പോരാ. ജോയൽ പറഞ്ഞു കേട്ടതും നന്ദു പൊട്ടിച്ചിരിച്ചു. ഓ, നന്ദു ചേച്ചി ചിരിക്കുവോ? ഞാൻ ഇതുവരെ ചേച്ചി ചിരിക്കുന്നത് കണ്ടിട്ടില്ല. വന്നേ, ഫുഡ് കഴിക്കാം. ആ, എല്ലാവരും ഉണ്ടല്ലോ. ഡാ ചെറുക്ക, പോയി ഡ്രസ്സിട്ട് വന്നേ. ഞാൻ ഡ്രസ്സ് തന്നെയല്ലേ ഇട്ടേ? അമ്മച്ചി, ഞാൻ ഡ്രസ്സ് തന്നെയല്ലേ ഇട്ടേ? ആ, അതെ, ഒരു ബനിയനും കീറിയ ട്രൗസറും. ഓ അമ്മച്ചി, ഇത് ഫാഷനാണ്, ഓൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞ് അലീനയുടെ തോളിൽ തല്ലി. അമ്മച്ചി, ജോയ്മോന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോട്ടെ. മീരെ, ഇത് നമ്മുടെ നന്ദു തന്നെയാണോ? അന്ന് ഞാൻ ഇതേപോലെ ഡ്രസ്സിട്ട് വന്നപ്പോൾ എന്നെ ചീത്ത പറഞ്ഞവളാണിവൾ. സാന്ദ്ര വിഷമത്തോടെ പറഞ്ഞു. അതിന് നന്ദു ഒന്ന് ചിരിച്ചു. ആ, ഇപ്പോഴാ എൻ്റെ മോള് പഴയ പോലെ ആയത്. എല്ലാവരും വാതിൽക്കലേക്ക് നോക്കി. അത് ജിത്തുവായിരുന്നു. ആ ജിത്തു, വാ. നന്ദു ജിത്തുവിൻ്റെ അരികിലായി വന്നിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ എൻ്റെ മോൾക്കൊരു സമാധാനം കിട്ടും.
ജോയൽ ഒന്നും മനസ്സിലാവാത്ത എല്ലാവരെയും നോക്കി. വാട്ട് ഹാപ്പൻ? ജോയൽ ചോദിച്ചു. ബിനോയ് ജോയലിനോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ജോയലിന് അവരോട് ദേഷ്യം തോന്നി. നന്ദു ചേച്ചി ഇനി ഇവിടെ കഴിഞ്ഞാൽ മതി. ഇനിയാണ് അവർക്ക് ചേച്ചിയെ വേണ്ടി വരിക. ആ വീട്ടിലെ സകല ജോലിയും ചേച്ചിയല്ലേ എടുത്തിരുന്നത്. ഇനി കുറച്ച് അവരൊന്ന് ചെയ്യട്ടെ. ജോയൽ അവൻ്റെ അണപ്പല്ല് കടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ഏട്ടാ, കഴിച്ചിട്ട് പോയാൽ മതി. രാത്രി പത്തിരിയും കുറുമക്കറിയുമായിരുന്നു. എൻ്റെ മോൾ അല്ലെങ്കിൽ തന്നെ ക്ഷീണിച്ചു. മോള് വയറ് നിറയെ കഴിച്ചോട്ടോ. അലിനെ നോക്കി നന്ദു കഴിച്ചു. ബിനോയ്, ഡാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ഇനി മക്കൾ ഈ രാത്രി ഒന്നും പോവാൻ നിൽക്കണ്ട. ഇന്നത്തെ രാത്രി ഇവിടെ കൂടിക്കോ. എല്ലാവരും കൂടി ടെറസിലേക്ക് പോയി. മഞ്ഞുള്ള ആ രാത്രിയിൽ എല്ലാവരും ഒത്തുള്ള ഒരു ദിനം. നന്ദു ജിത്തുവിൻ്റെ മടിയിൽ കിടന്നു. എനിക്ക് പിറക്കാതെ പോയ ഏട്ടനാണ് ജിത്തുവേട്ടൻ. ജിത്തു നന്ദുവിൻ്റെ കയ്യിൽ തലോടി. ഇതേ സമയം കാശിയുടെ വീട്ടിൽ ബാൽക്കണിയിൽ നിന്ന് വിദൂരതയിലേക്ക് നോക്കി സിഗരറ്റ് വലിച്ചു നിൽക്കുകയായിരുന്നു കാശി. മോനെ. സുമിത്രയുടെ വിളി കേട്ടതും കാശി സിഗരറ്റ് നിലത്തിട്ട് അതിനെ ഞെരിച്ചു. ആ അമ്മ, പറ. അതെ, നാളെ മോന് പെണ്ണ് കാണാൻ. അമ്മേ, എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന്. സ്റ്റുപ്പിഡ്. കാശി കാറ്റുപോലെ അവൻ്റെ റൂമിലേക്ക് പോയി കതകടച്ചു. കാശി വേഗം ബിനോയിനെ വിളിച്ചു. ബിനോയ് പറഞ്ഞു കേട്ട് കാശിക്ക് സമാധാനമായി. അവൻ്റെ ദേഷ്യം കുറയുന്നത് പോലെ തോന്നി.